ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്നൊരു സാരി ഷോപ്പിങ്ങിന് പോകുക കേട്ടോ. എനിക്കല്ല, നമ്മുടെ ആൻറ്റിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോഴത്തേക്കും നമ്മൾ എറണാകുളത്തുള്ള ഇഹ ഡിസൈൻസിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് അവിടെ ഭയങ്കര കളക്ഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഓടി പോകണം കേട്ടോ. പക്ഷേ ഇത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ഞങ്ങൾ കണ്ടത്. അത് ജസ്റ്റ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കി പോയുള്ളൂ, കാര്യമായിട്ടൊന്നും നോക്കിയില്ല. പക്ഷെ അതൊന്നും വലിയ രസമൊന്നും ഉണ്ടായില്ല കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞതേ നമ്മളോട് സാരി സെക്ഷൻ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റ് കയറി സാരി സെക്ഷൻ എത്തിയായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം ഒരു 3000 എബോവ് റേഞ്ചിലുള്ള സാധനങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ റേഞ്ചൊക്കെ അവരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള സാരീസാണ് നമ്മൾ കാണിക്കുന്നത്. ഏകദേശം 3000, 5000 ആ റേഞ്ചിലുള്ളത്. ഇതൊക്കെ ഏകദേശം ഒരു 4000 റേഞ്ചിലാണ് ഉള്ള സാരീസാണ് കാണിക്കുന്നത്. പക്ഷേ അവർ ഓരോന്നോരോന്ന് എടുത്തു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ടിഷ്യൂ ബനാറസിയൊക്കെ എടുത്ത് കാണിച്ചു. പിന്നെ ഇതുപോലെ തന്നെ പേസ്റ്റൽ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പേസ്റ്റൽ കളേഴ്സിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് കാണിച്ചു. പക്ഷേ ഒന്നും തന്നെ നമുക്ക് അങ്ങനെ അങ്ങട് മനസ്സിൽ പിടിക്കുന്നുണ്ടായില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സാരി എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാവ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മുടെ മനസ്സ് ഓക്കെ, ഓ ഇത് നല്ല രസമുണ്ടാവും എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു സാരി ആയിരിക്കണം. നമുക്ക് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിലോ, എപ്പോഴും നല്ലൊരു വെറൈറ്റി സാധനം കിട്ടണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ദേ നമ്മള് അവര് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന എല്ലാം ഒന്നും ഓപ്പൺ ചെയ്ത് കാണിപ്പിക്കില്ല കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് മാത്രം നമ്മൾ അവരെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മെയിനും. എല്ലാം അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം അവരെ കൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യിപ്പിക്കും. അപ്പോൾ അവർ എടുത്ത് കാണിക്കണം. ഇതൊക്കെ ഒരു ടിഷ്യൂ റേഞ്ചിൽ വരുന്ന സംഭവങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ച് കാണാൻ നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റ് ലുക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ഷൈനിങ് ഒക്കെ, നല്ല ഷൈനിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ടിഷ്യൂവിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയായിരുന്നല്ലോ, കുറച്ച് നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഡേ ടൈമിലൊക്കെ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൺലൈറ്റിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് നന്നായിട്ട് എടുത്ത് കാണിക്കും. അത് കഴിഞ്ഞപ്പോഴാണ് അതേ ബനാറസി റേഞ്ചിലുള്ള സാരികളൊക്കെ നോക്കിയത്. ബനാറസി എന്ന് പറഞ്ഞപ്പം അവർ ഈ ഒരു സെക്ഷനാണ് നമുക്ക് കാണിച്ചത്. ഒരു ബനാറസി, ജോർജറ്റ് ബനാറസി റേഞ്ചിലുള്ള സാരികളായിരുന്നു. പക്ഷെ പ്യുവർ ബനാറസി സാരി ആയിരുന്നില്ല. ഇതൊരു ജോർജറ്റ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള ജോർജറ്റ് ബനാറസികളായിരുന്നു. കൂടുതലും ഈ ബുട്ട ഗോൾഡൻ ബൂട്ടാക്സ് ഡിസൈൻസ് ഒക്കെ ഉള്ളത്. പക്ഷെ ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡുകളായിരുന്നു കൂടുതലും മെജോറിറ്റി. അപ്പൊ അതൊന്നും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറുവാണ് ചെയ്തത്. ആ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പേസ്റ്റൽ കളേഴ്സ് ഒക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ ഏകദേശം ഞാനിത് ഓപ്പൺ ചെയ്ത് ചിലതിൻ്റെയൊക്കെ വിലകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു 3500 മുകളിലേക്കാണ് കേട്ടോ ഈ സാരികളുടെ ഒക്കെ റേഞ്ച് വരുന്നത്. പിന്നെ ഞങ്ങളവിടെ അങ്ങനെ വില കുറഞ്ഞ സാരികളെന്ന് പറഞ്ഞൊന്നും ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഓരോ സെക്ഷനും ചെല്ലുമ്പോൾ അവിടേക്ക് പോവാം, ഇവിടേക്ക് പോവാം. അവര് നമ്മളെ മാടി വിളിക്കുന്നൊക്കെ ഉണ്ട്. ഓരോ സൈഡിലേക്ക് നമുക്ക് പോകുമ്പോൾ കുറച്ചും കൂടി നല്ല വേറെ മെറ്റീരിയൽ എവിടേക്കാന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അതായത് വേറൊരു മെറ്റീരിയൽ ഈ ബനാറസി അല്ലാണ്ട് ഒരു സെമി സിൽക്ക് റേഞ്ചിലൊക്കെ വരുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ് സിൽക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സോഫ്റ്റ് സിൽക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാട്ടോ. കുറച്ചും കൂടി നിങ്ങൾക്ക് ഏതൊരു റേഞ്ച് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 5000 റേഞ്ച് വരെ പറഞ്ഞായിരുന്നു. പക്ഷെ അവർ പിന്നെ നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഏകദേശം 10,000 റേഞ്ചിലുള്ള സാരികളാണ് ഗൈസ്. 8000 എബോവ് റേഞ്ചിലുള്ള സാരികളാണ് നമുക്ക് എടുത്ത് കാണിക്കുന്നത്. ഇത് സോഫ്റ്റ് സിൽക്ക് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ സോഫ്റ്റ് സിൽക്ക് ആണെങ്കിലും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അത്ര വലിയ സോഫ്റ്റ് ഒന്നും, സ്വതവേ നമുക്ക് ഈ സാരികളോടൊക്കെ ഒരു ഒരു കമ്പം തോന്നുന്നത് തന്നെ അത് ഉടുത്തു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ. അപ്പൊ ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചറും സ്കിന്നിന്റെ ഒരു കളറും പിന്നെ നമ്മുടെ ഒരു ഫേസിന്റെ ആ ഒരു ലുക്കൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ സാരി മാച്ച് ആവുന്നത്. മറ്റൊരാൾക്ക് വാവ് എന്ന് തോന്നിയ സാരി ചിലപ്പം വേറൊരാൾ ഉടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ പല ഷെയ്ഡുകളും നോക്കി. പക്ഷെ നമുക്കൊരു ഒരു ഫങ്ഷൻ വെയർ, അതായത് ഒരു യൂണിക് ആയിട്ട് നമ്മുടെ ആഹ് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാരികളൊന്നും ഞാൻ അവിടെ കണ്ടില്ല ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഡിസൈൻസിൽ നിങ്ങൾ പോയ പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, കമന്റ് ചെയ്യണേ. ഇത് അത്ര അങ്ങോട്ട് ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ ചെലവഴിച്ചില്ല. ജസ്റ്റ് ഈ പറഞ്ഞ കുറച്ച് സാരികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുമായിരുന്നു ചെയ്തത്.
അവിടുന്ന് പിന്നെ നമുക്ക് മതിയായിട്ട് നമ്മൾ നേരെ ഷീമാട്ടിലേക്ക് പോയായിരുന്നു ട്ടോ. അപ്പൊ ഷീമാട്ടില് നമ്മള് 6th ഫ്ലോറിലാണ് നമ്മള് കുറച്ചും കൂടി ഫംഗ്ഷൻ വെയർ, പാർട്ടി വെയർ ആയിട്ടുള്ള സെക്ഷനൊക്കെ കുറച്ച് റേഞ്ച് കൂടിയ സാധനങ്ങളൊക്കെ ഉള്ള ഓരോ ഫ്ലോറിലേക്കാണ്. ആക്ച്വലി ഞാൻ ഈ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് ട്ടോ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ ഡിസ്കൗണ്ട് സെയിലൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മള് ഈ ഫ്ലോറിലേക്ക് വരുന്നത് ട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മെറ്റീരിയലുകള് ആ ചേട്ടനൊക്കെ ഒരു മടി ഉണ്ടായില്ല ട്ടോ സാധനങ്ങൾ എടുത്ത് തരാൻ. അത് സീമാട്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് വേണം നമുക്ക് പറയാം. ഞാൻ കാരണം ഇതിനു മുമ്പും എന്റെ ഫേവറേറ്റ് സ്പോട്ടാട്ടോ സാരി എടുക്കാനായിട്ടുള്ള ഫേവറേറ്റ് സ്പോട്ട് എനിക്ക് എപ്പോഴും ഷീമാട്ടി തന്നെയായിരുന്നു. മറ്റു കടകളിലൊക്കെ പോയാലും ഇവിടെ കിട്ടുന്ന ഒരു സർവീസ് നമുക്ക് പിന്നെ മാത്രമല്ല നമ്മുടെ എല്ലാ റേഞ്ചിലും നമ്മൾ ഏതൊരു റേഞ്ചാണ് നമ്മുടെ മനസ്സിൽ കരുതി വരുന്നത് ആ ഒരു റേഞ്ചിലുള്ള ഐറ്റം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു സാധനം കിട്ടുമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ സാരി സെലക്ഷൻസ് ഒക്കെ തുടങ്ങി. അപ്പൊ പല പല കളറുകൾ ആദ്യം അവരെടുത്ത് കാണിക്കുന്നുണ്ട്. കാര്യം ഞങ്ങള് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞെങ്കിൽ പോലും അവര് എല്ലാ കളറുകളും തന്നെ നമുക്ക് എടുത്ത് കാണിച്ചു തരും കേട്ടോ. പിന്നെ നമ്മുടെ റേഞ്ച് പറയുമ്പോൾ ആ റേഞ്ചിനനുസരിച്ചുള്ള സാധനങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ പുറകിൽ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന സാരികളിൽ നിന്ന് ഞങ്ങൾ ഓരോന്ന് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളറുകളൊക്കെ ആന്റിക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ വെച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണും. ഇപ്പൊ ഈ ഓരോ സാരിയുടെയും വില ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് മാക്സിമം. ചിലതൊന്നും ചിലപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നതിൽ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. ഇതൊക്കെ കാണിക്കുന്നതെല്ലാം തന്നെ ഒരു 3000 എബോവ് റേഞ്ചസിലുള്ള സാരികളാണ് ട്ടോ. ഇതെല്ലാം തന്നെ ചിലത് മാത്രമേ ആ റേഞ്ചിൽ കുറവുള്ളൂ. ഇതെല്ലാം 3000 എബോവ് ഉള്ളതാണ്. പിന്നെ സ്റ്റഫൊക്കെ എല്ലാം നല്ല സ്റ്റഫുകളായിരുന്നു ട്ടോ. ഒന്നും തന്നെ അത്ര മോശമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ അല്ലായിരുന്നു.
ഇവർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഇവര് നമ്മളിത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ച ഒരു മെജോറിറ്റി സാരികൾ അപ്പം തന്നെ അവര് വേറൊരാൾ വന്നിട്ട് അത് വേഗം ഫോൾഡ് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അവരൊരു സാധനം നമ്മളെ ആൾക്കാരെ കാണിക്കാനും മടിയില്ല. പിന്നെ അത് ഡാമേജ് ആയി പോണം എന്നുള്ളൊരു വിചാരവും ഇല്ല. അവർ നല്ല എഫിഷ്യന്റ് ആയിട്ട് തന്നെ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് തന്നെ ഒരു സാരി മടക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് അവര് എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ മടക്കി വെക്കുന്നത്. അത്ര ആ ക്വാളിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേ നമ്മള് ശീമാട്ടിയുടെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കയറുന്നത്. അവിടെ 90% ഓഫ് സെയിലൊക്കെയാണ് നടക്കുന്നുണ്ടായിരുന്നു. ആടി സെയിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ സാരികള് നല്ല വിലക്കുറവിന് ഞാൻ കണ്ടായിരുന്നു. ഏകദേശം ഞാൻ ഒരുവിധപ്പെട്ട സാരികളുടെയൊക്കെ ഞാൻ വിലയും എടുത്ത് കാണിക്കുന്നുണ്ട് വീഡിയോയില്. എനിക്ക് എല്ലാം ചിലപ്പോൾ ടാഗ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരുപാട് നല്ല രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസസിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഡെയിലി ഈ സാരിയൊക്കെ യൂസ് ചെയ്യുന്നവർക്കും പിന്നെ ആ സാരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. കാരണം നല്ല റേഞ്ചിലുള്ള ഖാദി കോട്ടൺ സാരികളും ലിനൻ സാരികളും ബനാറസി സാരികളും എല്ലാം തന്നെ നല്ല റേഞ്ചിൽ നല്ല വിലക്കുറവിന്, അതായത് 299 രൂപ തൊട്ടിട്ടുള്ള നല്ല സിൽക്ക് സാരികളും ഒക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഖാദി കോട്ടനൊക്കെ വെറും 400 സംതിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. ലിനൻ ആണെങ്കിലും 500 600 റേഞ്ചിന്റെ ഇടയിൽ നിൽക്കുന്ന ലിനൻ സാരികളും കണ്ടായിരുന്നു. ടിഷ്യൂ സാരികൾക്കൊക്കെ ഏകദേശം 800 900 സംതിങ് ഒക്കെ നല്ല ടിഷ്യൂ സിൽക്ക് സാരികൾ കണ്ടായിരുന്നു. പിന്നെ സെമി സിൽക്ക് സാരികളും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ കണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ കേരള സാരികളൊക്കെ 600 റേഞ്ചിലൊക്കെ നല്ല സാരികളൊക്കെ കണ്ടായിരുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ടും പിന്നെയും വരാം. 4K മല്ലു ഫാമിലി. അയ്യോ മറന്നുപോയി, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു. ബൈ.